ബോസ് മലയാളം സീസൺ 8ന്റെ ഹോസ്റ്റ് ആങ്കർ ലാലേട്ടൻ തന്നെയാണോ അതോ മറ്റാരെങ്കിലും വരുവാണോ? ലാലേട്ടന് എത്ര സീസണിന്റെ എഗ്രിമെന്റ് ആണ് ഇനി ഉള്ളത്? കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ നിറയെ അഭ്യൂഹങ്ങൾ നമ്മൾ ഉൾപ്പെടെ പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറാൻ പോവാണ്, മാറുന്നില്ല, ചിലപ്പോൾ മമത വരാം, ചിലപ്പോൾ വേറെ ആരെങ്കിലും വരാമെന്നൊക്കെ ഉള്ളത്. ഈ വർഷം ലാലേട്ടൻ തന്നെയാണ്, അതായത് ഇനി വരാൻ പോകുന്ന സീസൺ 8ൽ ലാലേട്ടൻ തന്നെയാണോ എന്നുള്ള ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും, അഥവാ ലാലേട്ടൻ ആണെങ്കിൽ ഇനി എത്ര ഇയർ ലാലേട്ടൻ എഗ്രിമെന്റ് ഉണ്ട് എന്നുള്ള കാര്യം, ലാലേട്ടൻ എപ്പോഴാണ് മാറുന്നത് എന്നൊക്കെയുള്ള കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ രണ്ടാമത്തെ അപ്ഡേറ്റ് ആണിത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. ഓൾറെഡി എന്നാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് അപ്ഡേറ്റ്. ഇത് കാണാത്തവർക്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് ലിങ്ക് കൊടുത്തിരിക്കാൻ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നമ്മുടെ സീസൺ 8ന്റെ ഹോസ്റ്റ് ആങ്കർ സാക്ഷാൽ ലാലേട്ടൻ തന്നെയാണ് മക്കളെ. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഓരോ പ്രാവശ്യം സീസൺ കഴിയുമ്പോഴത്തേക്കും സീസണിന്റെ ക്വാളിറ്റി, TRP അല്ല, ക്വാളിറ്റി ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോകുമ്പോൾ ഇനി ലാലേട്ടൻ വരുമോ? ഞാൻ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ഫിനാലെ റിവ്യൂലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണ്ട ലാലേട്ട ഇനി എടുത്ത് തലയിൽ വെക്കരുത്. ബിഗ് ബോസ് അല്ല, നിങ്ങളുടെ ലൈഫാണ് വലുത്, നിങ്ങളുടെ കരിയർ നശിക്കും ഇതെടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇമാതിരി വൃത്തികേടുകളാണ് ഇവർ ഇതിനകത്ത് കിടന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ ആ വെല്ലുവിളി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ്, ഞാൻ ഇനിയും തുടരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെ, ലാലേട്ടൻ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഹോസ്റ്റ്. സീസൺ 8ന്റെ മാത്രമല്ല, സീസൺ 8, സീസൺ 9, സീസൺ 10, ബിഗ് ബോസ് മലയാളം സീസൺ 10 വരെ ഉള്ള അഗ്രിമെന്റിൽ ലാലേട്ടൻ തന്നെയാണ് ഹോസ്റ്റ്. ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സംഭവം കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ശരിക്കും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയത് ലാലേട്ടന്റെ ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാർ സൗത്ത് അൺഡൗൺഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സൗത്ത് ഇന്ത്യയിലെ ബിഗ് ബോസിന്റെ ഹോസ്റ്റുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു കിച്ച സുദീപ് സാർ മാത്രം ഉണ്ടായിരുന്നില്ല, വിജയസ് ഉണ്ടായിരുന്നു, നമ്മുടെ വിജയ് സേതുപതി ഉണ്ടായിരുന്നു, പിന്നെ നാഗാർജുന ഉണ്ടായിരുന്നു, ലാലേട്ടനും ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് 3 പേരും വന്ന സ്റ്റേജിൽ എന്നിട്ട് 3 പേരും ബിഗ് ബോസിന്റെ ബിഗ് ഹോസ്റ്റുകളാണല്ലോ. അപ്പൊ അവരുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യം ഇതൊക്കെ വേണ്ടാന്ന് വെച്ചതാണ്. എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട്, മോഹൻലാലേ നിനക്ക് വട്ടാണോ ഇത് പോയി ചെയ്യാനെന്ന്. പക്ഷെ ഇതിപ്പോ ഒരു അഡിക്ഷൻ പോലെ ആയി മാറിയിരിക്കുകയാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ആങ്കർ പറയുന്നുണ്ട്, സാറും കൂടി ഇപ്പൊ അതിന്റെ പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ അടുത്ത 3 വർഷത്തേക്കും കൂടി എന്ത് ചെയ്തിരിക്കുകയാണ്, അവർ സൈൻ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ലാലേട്ടൻ പറയുന്ന വീഡിയോ നിങ്ങൾ പോയി യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും. ജിയോ ഹോട്ട്സ്റ്റാർ അൺബൗണ്ട് ലാലേട്ടൻ സ്പീക്കിംഗ് എന്ന് പറഞ്ഞ എന്തെങ്കിലും അടിച്ചു, ടോക്കിംഗോ സ്പീക്കിംഗോ എന്തെങ്കിലും അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ലാലേട്ടൻ തന്നെ പറയുമ്പോൾ നമ്മുടെ ആങ്കർ മിഥുൻ ഇല്ലേ, നമ്മുടെ മിഥുൻ ഓ താങ്ക് യു ലാലേട്ടാ, താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് അടുത്ത 3 വർഷം മീൻസ് സീസൺ 8, 9, 10, സീസൺ 10 വരെയുള്ള ഹോസ്റ്റിംഗ് ആങ്കർ ലാലേട്ടൻ തന്നെയാണ്. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. അപ്പൊ ആഫ്റ്റർ സീസൺ 10ന് ശേഷം ലാലേട്ടൻ മാറുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ അഗ്രിമെന്റ് അവർക്ക് പുതുക്കാം. അതായത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അങ്ങനെ പുതുക്കാം. ഞാൻ കേട്ടിട്ടുള്ളത് ആദ്യത്തെ 5 സീസൺ എടുത്തിട്ട് പിന്നെ ഇപ്പൊ 2 സീസൺ ഒരു സീസൺ എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ 1 എടുത്ത് ഇപ്പൊ 3 കൂടെ എടുത്തെന്നാണ് അങ്ങനെ കേട്ടിട്ടുള്ളത്. ഉറപ്പൊന്നുമില്ല. പക്ഷെ ഈ 3 സീസണിന്റെ കൺഫർമേഷന്റെ കാര്യം ലാലേട്ടൻ തന്നെ ആ സ്റ്റേജിൽ വെച്ച് പറയുന്നുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ലാലേട്ടൻ തന്നെയാണ് ഹോസ്റ്റ്. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തോടു കൂടി ആരംഭിക്കും എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സൂൺ ഓഡീഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഉറപ്പായിട്ടും കാണണമല്ലോ, കാത്തിരിക്കാം. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കരുത്തുക്കൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ലാലേട്ടൻ വരണോ വരണ്ടേ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എൻ്റെ ഒപ്പീനിയൻ മീൻസ് ലാലേട്ടൻ വരുന്നതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ ഒരു ഹോസ്റ്റിനെയൊക്കെ ഒന്ന് മാറ്റി ട്രൈ ചെയ്യുമ്പോൾ മാത്രമേ ഒരു രസം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി അല്ല. ഇപ്പോൾ ലാലേട്ടൻ ചില ദിവസങ്ങളിൽ നമുക്കറിയാം വീക്കെൻഡിൽ UK ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും ലാലേട്ടനെ എന്ന് പറഞ്ഞ് നിൽക്കാതെ ഒരാളെ മാറ്റി ട്രൈ ചെയ്യുക. 1 എപ്പിസോഡ് 2 എപ്പിസോഡ് നമ്മൾ തമിഴും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ നടക്കുന്നതല്ലേ. അപ്പം അതുപോലെ ആരെങ്കിലും ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉള്ള കാലം മുഴുവൻ ലാലേട്ടനെ തന്നെ. ഇപ്പം നമുക്ക് ലാലേട്ടൻ്റെ ഒരു വ്യൂ ഓഫ് ഹോസ്റ്റിംഗ് മാത്രമേ മലയാളത്തിൽ നമുക്ക് അറിയാവൂ. തമിഴിലാണെങ്കിൽ നമുക്ക് സിംബുവിൻ്റെ അറിയാം, കമൽഹാസൻ്റെ അറിയാം, വിജയ് സേതുപതിയുടെ അറിയാം അല്ലേ. ഇപ്പം ഹിന്ദിയിലെ ആണെങ്കിൽ സൽമാൻ സാറിൻ്റെത്, അനിൽ കപൂറിൻ്റെത്, പിന്നെ
ഏക്താ കപൂറിൻ്റെ ഏക്താ കപൂർ വരെ വന്ന് അതിനകത്ത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏക്താ കപൂർ, പിന്നെ ഒരാൾ കൂടി ഉണ്ടാകുന്നത് കിട്ടും കരൺ ജോഹർ. ഇവരുടെയൊക്കെ വെറൈറ്റി സാധനങ്ങൾ നമുക്കറിയാം. പക്ഷെ മലയാളത്തിൽ നമുക്കൊരു പുതുമ വരുന്നില്ല. ആ ഒരു ഹോസ്റ്റിങ്ങിന്റെ കേസിൽ ലാലേട്ടൻ മാറിക്കഴിഞ്ഞാൽ സാധനം പോവും. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ലാലേട്ടൻ ഇവിടെ നിന്ന് മാറി വേറെ അങ്ങോട്ടെങ്കിലൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ആ ഒരു വീക്കെൻഡ് ഈ വീഡിയോ കോൾ വഴി ചെയ്യിക്കാതെ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തുകൂടെ? നമ്മുടെ മലയാളത്തിൽ അതിൽ വേറെ ആരും ഇല്ലേ? ലാലേട്ടൻ ഇടിച്ചു താഴ്ത്തല്ല മക്കളെ. പക്ഷെ വേറെ ആരെങ്കിലുമൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഒരു എപ്പിസോഡിനോ 2 എപ്പിസോഡിനോ ഒക്കെ വേണ്ടിയിട്ട് പതിയെ ഒരു ടെസ്റ്റിംഗ് തന്നെയല്ലേ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്ന് എൻ്റെ ഒരു ആഗ്രഹം. അറിയില്ല, നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും 10 സീസൺ വരെ നമ്മൾ മലയാളികൾക്ക് ഹോസ്റ്റ് എന്തായാലും ലാലേട്ടൻ തന്നെയാണ്. ആ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനാണ് വന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബിഗ് ബോസ് മലയാളം സീസൺ 8 മറ്റു വിശേഷങ്ങളുമായി കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ.